മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഇന്ന് നിർണായകമാണ്. കരിമണൽ കർത്തയുടെ കമ്പനിയുമായുള്ള ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിൽ നൽകിയ ഹർജി ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് പരിഗണിക്കുക. SFIO അന്വേഷണം തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അന്വേഷണം പ്രഖ്യാപിച്ച ജനുവരി 31 ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. SFIO അന്വേഷണത്തിന് ഉത്തരവിടാൻ ആധാരമായ രേഖകൾ കോടതി വിളിച്ചു വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. SFIO ഡയറക്ടറെയും കേന്ദ്ര സർക്കാരിനെയും എതിർകക്ഷികളാക്കിയാണ് ഹർജി തീർപ്പാക്കുന്നതുവരെ കോർപ്പറേറ്റ് ലോ സർവീസ് ഓഫീസർ M അരുൺ പ്രസാദിന്റെ സംഘം സെർച്ച്, ചോദ്യം ചെയ്യൽ തുടങ്ങിയ നടപടികളൊന്നും എക്സാലോജിക്കിനും കമ്പനി ഉടമ വീണ വിജയനുമെതിരെ നടത്തരുത് എന്ന നിർദ്ദേശം കോടതി നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഹർജി കോടതിയിൽ ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു. ബന്ധപ്പെട്ട നിയമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് തിടുക്കത്തിൽ SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്ന് വീണ ആരോപിക്കുന്നു. ആദ്യം ഉത്തരവിട്ട വകുപ്പുതല അന്വേഷണം ഭേദഗതി ചെയ്ത SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഏകപക്ഷീയവും സംശയാസ്പദവുമാണെന്ന് ഹർജിയിൽ പറയുന്നു. ആദായ നികുതി ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ് അന്വേഷണ പരമ്പരയ്ക്ക് ആധാരം. എന്നാൽ 1961 ആദായ നികുതി നിയമമനുസരിച്ച് ബോർഡിന്റെ സെറ്റിൽമെന്റ് ഉത്തരവുകളിൽ പറയുന്ന കാര്യങ്ങളിൽ പ്രസ്തുത നിയമമോ മറ്റു നിയമങ്ങളോ അനുസരിച്ച് പുനഃപരിശോധന പാടില്ല എന്നും വാദമുണ്ട്. ഇതേ ആവശ്യം ഉന്നയിച്ച് ഇതേ കേസിൽ SFIO അന്വേഷണം നേരിടുന്ന KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അന്വേഷണം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും SFIO ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ CMRL ആസ്ഥാനത്ത് ഫാക്ടറിയിലും പരിശോധന നടത്തിയിരുന്നു. ബിസിനസ് വളർച്ചയ്ക്കായി നിരവധി രാഷ്ട്രീയക്കാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയ്ക്കും CMRL കോടികൾ സമ്മാനമായി നൽകിയെന്ന കേസിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥനാണ് കേസിൽ KSIDCക്ക് വേണ്ടി ഹാജരായത്. ബംഗളൂരിൽ പ്രമുഖ അഭിഭാഷക ഗ്രൂപ്പായ സാജൻ പൂവയ്യ അസോസിയേറ്റ്സ് ആണ് വീണയുടെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. വീണയ്ക്കെതിരായ അന്വേഷണം സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ വീണയെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ക്രമക്കേടുകൾ ഗുരുതരമാണെന്ന് കണ്ടാൽ അറസ്റ്റ് ചെയ്യാനും അധികാരമുള്ള ഏജൻസിയാണ്. അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്ന ആകാംക്ഷ കൂടി ഈ കേസ് എത്തുമ്പോഴുണ്ട്. എന്തായാലും കർണാടക ഹൈക്കോടതി വീണയുടെ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അത് തന്നെയാണ് CPM-നെ അങ്കലാപ്പിലാക്കുന്നത്. അടിപതറി നിൽക്കുകയാണ് ഇടതുപക്ഷം. കർണാടക ഹൈക്കോടതി സ്റ്റേ എന്ന ആവശ്യം തള്ളിയാൽ വീണയെ ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും. എന്തായാലും നേരത്തെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ ചില ഗുരുതരമായ കണ്ടെത്തലുകൾ അത് വീണയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുവഴിയാണ് SFIO അന്വേഷണത്തിന് എത്തുന്നത്. എന്തായാലും കർണാടക ഹൈക്കോടതിയുടെ ആ ഹർജിയിൽ വിധി പറയുന്നതിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളും ഇടതുപക്ഷവും.